ുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ വാദം പൊളിയുന്നു. കേന്ദ്രം അനുവദിച്ച 99 കോടി രൂപ PM ശ്രീ ഫണ്ടല്ല എന്ന് കേന്ദ്രം സ്ഥിരീകരിച്ചു. PM ശ്രീയിൽ കേരളം നിലപാട് അറിയിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം വിഷയം അടുത്ത സംസ്ഥാന മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. ഗോപാൽ ഷിരാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇപ്പോൾ PM ശ്രീ സംബന്ധിച്ച് എന്താണ് തീരുമാനമെന്ന് ഇതുവരെ UDF സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. അടുത്ത മന്ത്രിസഭായോഗത്തിൽ അതൊരു തീരുമാനമുണ്ടാക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, PMC പദ്ധതി അടിയന്തര പ്രാധാന്യത്തോട് പരിഗണിക്കേണ്ടതില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പലകുറി പറഞ്ഞെങ്കിലും അത് പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒന്നാണ് എന്ന വിലയിരുത്തലാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ടുകൂടിയാണ് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ പദ്ധതി വിഷയം ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറായതും. ഭരണമാറ്റം വന്ന ഉടൻ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടിക്രമങ്ങൾ അറിയിക്കണം എന്നും ആവശ്യപ്പെട്ടായിരുന്നു ആ കത്തിന്റെ അടിസ്ഥാന ഇപ്പോൾ ഈ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരിക എന്ന രാഷ്ട്രീയ വശം മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. അതുകൂടാതെ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിയുമോ എന്നതിൻ്റെ സാങ്കേതികതയും യോഗത്തിൽ ചർച്ചയാകും എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം തന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രി PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച ചില കാര്യങ്ങൾ തെറ്റാണ് എന്ന് വിശദീകരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും ഫണ്ട് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല. പകരം SSK കുടിശ്ശിക ഇനത്തിലുള്ള ഫണ്ടാണ് 99 കോടി PM ശ്രീ പദ്ധതി ഒപ്പിട്ട ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. അല്ലാതെ PM ശ്രീ ഫണ്ടും ഈ പദ്ധതി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമവും നടന്നിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. 1065 കോടി രൂപയാണ് ആകെ SSK ഫണ്ടിനത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടിശ്ശികയായി ബാക്കിയുള്ളത്.